ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്. നമ്മൾ ഇന്ന് മുതൽ നമ്മളെ ട്രിപ്പോവ ട്രാവൽ വിത്ത് നബീൽ എന്ന നമ്മളെ ചാനലിലൂടെ മൂവി റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതേ പേരിലുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ റീസെൻ്റ്ലി ഒരു 2-3 സിനിമയുടെ റിവ്യൂ ചെയ്തു. അപ്പോൾ അത് പല ആൾക്കാർക്കും നല്ല രീതിയിൽ കണക്റ്റായി. കുറേ ആൾക്കാർ അത് ഷെയർ ചെയ്തു. ഒന്നുമില്ല, എനിക്ക് സിനിമ റിവ്യൂ ഞാൻ ചെയ്യാൻ 2 റീസൺ ഉണ്ട്. ഒന്ന്, എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രണ്ടാമത്തത്, നമ്മളെ നാട്ടിൽ കാണുന്ന സിനിമ റിവ്യൂസ് കണ്ടിട്ട് അതിൽ എനിക്ക് ചെറിയ അമർഷങ്ങളുണ്ട്. പറഞ്ഞോളൊന്നും തോന്നരുത്, അത് ഞാൻ എൻ്റെ ചെറിയ റീലിലൂടെ ഞാൻ പറഞ്ഞതിന് മുമ്പ്. അത് നമ്മളൊരു സിനിമ ആൾക്കാർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിലുള്ള നായികനെയും അതേപോലെ തന്നെ ഡയറക്ടറൊക്കെ ഇങ്ങനെ അറുത്ത് മുറിച്ച് വേറെ സാധനമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് അവർക്ക് ഇനി നാളെയും ഒരുപാട് നല്ല ക്രിയേഷൻസ് ചെയ്യാനുള്ള ഒരു സാധനം ഒരു മനസ്സിന് പോവുക ചെയ്യാമെന്നാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് കേട്ടോ. എൻ്റെ മാത്രം അഭിപ്രായമാണ്. നമ്മളെ പ്രിൻസ് സിനിമയിൽ ഉർവശി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു ക്യാമറയും ഒരു ഗിംബലായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എത്തി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ മാത്രം അഭിപ്രായം പറയാം. ഒരാളെയും സ്വകാര്യതയിലേക്ക് കയറി മേയാനുള്ള കാര്യമല്ല ഓൺലൈൻ മീഡിയാസും ചാനൽസും. അത്തരത്തിൽ നമ്മൾ സിനിമ റിവ്യൂ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം അതാണ്. നേരെ മറിച്ച് ഞാൻ ജനറലൈസ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് നല്ല രീതിയിൽ സിനിമ റിവ്യൂ ചെയ്യണ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അതായത് പേഴ്സണലായിട്ട് എനിക്ക് കണക്റ്റ് ആയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ നല്ല വർക്ക് ചെയ്യട്ടെ, ഭാവിയിൽ അവർക്ക് നല്ല കാര്യം വരട്ടെ. അല്ലാണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ ഒരു നടൻ ചിലപ്പോൾ അയാളൊരു പുതുമുഖമായിരിക്കും, അവനെ അങ്ങ് കംപ്ലീറ്റ് കളിയാക്കി മറ്റേ സാധനമാക്കി അവനെ ഇല്ലാണ്ടാക്കി പോക്കുന്നതല്ല ശരിക്കും സിനിമ റിവ്യൂ. കാരണം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരു ക്യാമറയും ഈ ഒരു ഗിംബലിനും വെച്ചിട്ട് 2 വാക്ക് പറഞ്ഞാൽ മതി. വിക്കിപീഡിയ നോക്കിയിട്ട് അതിൻ്റെ ഡയറക്ടർ ആരാ, അതിൻ്റെ കാസ്റ്റ് ആരാ, എനിക്കിഷ്ടമായെന്ന് പറഞ്ഞാൽ മതി. നേരെ പക്ഷേ അത് ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആദ്യമായിട്ട് നമ്മളെ ചാനലിലൂടെ ഞാൻ റിവ്യൂ ചെയ്യുന്ന പടമാണ് മാരീഷൻ. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ആ സിനിമ കണ്ടത്. അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിരുന്നു. മാരീഷൻ എന്ന് പറഞ്ഞ മൂവി ആദ്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പടം ഇഷ്ടമായി, എനിക്ക് കണക്റ്റായി. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ പടം ഒന്ന് പോയി കാണണം. ഈ സിനിമയുടെ മേക്കിംഗ് ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ സുധീഷ് ശങ്കർ, അദ്ദേഹം മലയാളി കേട്ടോ, കോഴിക്കോട്ടുകാരനാണ്. എൻ്റെ മാനസപുത്രി എന്ന് പറഞ്ഞ സീരിയലും വില്ലാളി വീരൻ എന്ന് പറഞ്ഞ പടം 2014 ചെയ്ത ആളാട്ടോ. അപ്പം ആ ഒരു ആളിടുന്ന് ഇത്തരത്തിലൊരു ഹെവി ക്രിയേഷൻ കിട്ടുക പറഞ്ഞാൽ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. യുവൻ ശങ്കർ രാജയാണ് ഇതിൻ്റെ മ്യൂസിക്. പാട്ടുകൾ ഒരു ആവറേജ് ലെവലിലാണ് എനിക്ക് കണക്റ്റ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ മേക്കിംഗ് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ 2 പേരെ യാത്ര, അത് നമുക്കറിയാലോ, തന്മാത്രയിലൂടെയാണ് നമ്മൾ അൽഷിമേഴ്സ് അസുഖം കണ്ടത്. ആ അൽഷിമേഴ്സ് അസുഖം തന്നെ ഇതിലും കഥാപാത്രമായി വരുന്നത്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോണ ഒരു പ്രത്യേകതര അസുഖമാണത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു സയ്യാറ എന്ന സിനിമയിലും അൽഷിമേഴ്സ് തന്നെ സ്റ്റോറി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ മേക്കിംഗ് ലെവലിൽ പടം നല്ല മൂവിയാണ്. സ്ക്രിപ്റ്റ് ലെവൽ നോക്കുകയാണെന്നെങ്കിലും നല്ല ക്രോസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റി. അഭിനേതാക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിലും വടിവേലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മലയാള സിനിമയിൽ ഇന്ന് നടനം കൊണ്ട് കീഴടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഫഹദ് തന്നെ കേട്ടോ, വേറെ ലെവലായിക്കണു. വടിവേലും പറയാൻ വയ്യ, അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നു. കാരണം ഇവരൊക്കെ എക്സ്പ്രഷൻസ്, ഇവരൊക്കെ ആക്ടിങ്, ഇതൊക്കെ ശരിക്കും മറ്റുള്ള ആൾക്കാർക്ക് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഈ സിനിമ കണക്റ്റായി. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലിടി. നമ്മൾ അടുത്ത സിനിമ ഇനി എല്ലാ ആഴ്ചയിലും ഒരു സിനിമയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഒരു പടം കാണാനായി, നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറയുകയായി. അപ്പോൾ നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാത്ത ലെവലിൽ നമുക്ക് ആ സിനിമ കണക്റ്റ് ആയോ ഇല്ലേ എന്നുള്ള ലെവലിൽ ആ സിനിമയുടെ 3 കാര്യങ്ങൾ വെച്ചിട്ട് വിശദീകരിച്ചിട്ട് നമുക്കിനി റിവ്യൂ ചെയ്യാം. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. മാരീഷ് എന്ന് പറഞ്ഞ മൂവി മറക്കണ്ട, മസ്റ്റ് വാച്ചാണ്, നല്ല പടമാണ്, എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി.